In this class we discuss about the design of a centrifugal clutch. So what is meant by centrifugal clutch? A centrifugal clutch is a mechanical clutch that uses the centrifugal force to operate. The output shaft is disengaged at a low rotational speed and engages more as the speed increases. Suppose when the engine is starting, we already know that a centrifugal force is produced. Because of that centrifugal forces, the power is transmitted from the driving shaft to driven shaft because the clutch is engaged with the driving shaft. Okay, so the centrifugal clutches consists of a number of shoes on the inside of a rim of a pulley. Okay, the outer surface of the shoes are covered with a friction material because these shoes are pressed down to the driven shaft. So the outer surface of the shoes are provided with the friction material. These shoes have the ability to move radially in gates. Okay, that are held against the boss or spider on the driving shaft by means of a spring. ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ തന്നെ ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക് നമ്മൾ ഒരു സ്പൈഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ആ സ്പൈഡറിൽ തന്നെ ഷൂസ് ഉണ്ട്. ആ ഷൂ ആണ് റേഡിയലി ഒരു ഗൈഡ് നമ്മളൊരു പാത്ത് കൊടുത്തിട്ടുണ്ട്. ആ പാത്തിലൂടെ അത് എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്യും. റേഡിയലി അതിന് സ്ലൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ സ്പൈഡർ നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റിലോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്പ്രിങ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഈ സ്പ്രിങ് ഒരു ഇൻവേർഡ് ഫോഴ്സ് റേഡിയലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അതേസമയം തന്നെ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ മാസ്, ആ മാസിൻ്റെ റൊട്ടേഷൻ, അതായത് ഷൂ റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം എഞ്ചിൻ്റെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഷൂ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഷൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷൂവിൻ്റെ മാസ് കൊണ്ട് എന്ത് സംഭവിക്കും? ദാറ്റ് rotation, due to the rotation of that shoe or the centrifugal force is produced in radially outward direction. അപ്പം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ആണ്, സ്പ്രിംഗ് ഫോഴ്സ് റേഡിയലി ഇൻവേർഡ് ആണ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി സഫിക്സ് ചെയ്യുന്നു. ഈ ഔട്ട്വേർഡ് സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഡിയലി ഇൻവേർഡ് ആണ്, പി എസ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ഉണ്ട്. അതിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറവും സ്പ്രിംഗ് ഫോഴ്സ് കൂടിയും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഷൂ റിമെയിൻസ് സ്റ്റേഷനറി. എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതായത് ഡ്രൈവിംഗ് ഷാഫ്റ്റ് ചുമ്മാ കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ക്ലച്ച് എന്ത് ചെയ്യുന്നില്ല? എൻഗേജ് ചെയ്യുന്നില്ല, ഡിസെൻഗേജ് ആണ്. അത് ബിക്കോസ് ദ സ്പീഡ് ഈസ് ലെസ്. സ്പീഡ് കുറവാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വളരെ കുറവാണ്, സ്പ്രിംഗ് ഫോഴ്സ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ദ ഷൂ റിമെയിൻസ് സ്റ്റേഷനറി. ഇനി എന്താ അടുത്ത കേസ്? ഇത് സ്പീഡ് ഇൻക്രീസസ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും ഏകദേശം ഒരേ അളവിലേക്ക് വരുന്നു, ഈക്വൽ ആകുന്ന സമയത്ത് ദ ഷൂ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്ലോട്ടിങ്. അതെന്ത് ചെയ്യാൻ നോക്കും? ദ ഷൂ ഈസ് ജസ്റ്റ് ഫ്ലോട്ടിങ്. ഒന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കും, എന്നാൽ അത് മുന്നോട്ട് റേഡിയലി ഔട്ട്വേർഡ് മൂവ് ചെയ്തില്ല. വെൻ ദ സ്പീഡ് അക്വൈസ് മാക്സിമം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുകയാണ്. ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സിനേക്കാൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുന്നത് എപ്പോഴാണോ ആ സമയത്ത് എന്ത് സംഭവിക്കും? ദ ഷൂ മൂവ്സ് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഷൂ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് നീങ്ങുകയും ആൻഡ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ഡ്രിവൺ മെമ്പർ ആൻഡ് പ്രസ് അഗൻസ്റ്റ് ഇറ്റ്. ആ ഡ്രിവൺ മെമ്പറുമായി കോൺടാക്ട് ചെയ്യുകയും അവിടെ പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം നമ്മൾ റിമ്മിൻ്റെ അറ്റത്ത് ഫ്രിക്ഷൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഗ്രിപ്പ് ഉണ്ടാകുകയും അവിടെ നിന്ന് എന്ത് സംഭവിക്കും? പവർ ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് നമുക്ക് പറയാം ഇതൊരു ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ ക്ലച്ചാണെന്ന് പറയാം. കാരണം നോ കൺട്രോൾ മെക്കാനിസം ഈസ് നെസറി. സ്പീഡ് കൂടുമ്പോൾ എൻഗേജ് ചെയ്യുന്നു, സ്പീഡ് കുറയുമ്പോൾ ഡിസെൻഗേജ് ചെയ്യുന്നു. സോ നോ കൺട്രോൾ മെക്കാനിസം ഈസ് നീഡഡ്. സോ ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ചീപ്പർ ദാൻ ഓർഡിനറി ക്ലച്ച്. നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ പ്ലേറ്റ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചിനേക്കാൾ ചീപ്പറാണ് ഏത്? സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. പിന്നെ അതർ അഡ്വാൻറ്റേജ് ഈസ് പ്രിവെൻറ്റ്സ് എഞ്ചിൻ ഫ്രം സ്റ്റാളിംഗ്. സ്റ്റാളിംഗ് മീൻസ് എന്താണ്? റെഡ്യൂസ് എഞ്ചിൻ ബ്രേക്കിംഗ് ഫോഴ്സ്. എഞ്ചിൻ്റെ ബ്രേക്കിംഗ് ഫോഴ്സ് നമുക്ക് പരമാവധി എന്ത് ചെയ്യാം? കുറയ്ക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രിവെൻറ്റ്സ് എഞ്ചിൻ ഫ്രം സ്റ്റാളിംഗ്. ഈ മൂന്നെണ്ണമാണ് അഡ്വാൻറ്റേജ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ഒന്ന്, നോ കൺട്രോൾ മെക്കാനിസം ഈസ് നെസറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് ആണ്. അതർ വൺ, ദ ചീപ്പർ ദാൻ അതർ ഓർഡിനറി ക്ലച്ച്. ബാക്കിയുള്ള ക്ലച്ചുകളായിട്ട് നോക്കുമ്പോൾ ചീപ്പറാണ്. മൂന്നാമത്തത്, പ്രിവെൻറ്റ് എഞ്ചിൻ ഫ്രം സ്റ്റാളിംഗ്. അതായത് എഞ്ചിൻ്റെ ബ്രേക്കിംഗ് ഫോഴ്സ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഈ മൂന്ന് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് കൊണ്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഡിസൈനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഈസ് ടു ബി ഡിസൈൻ ടു ട്രാൻസ്മിറ്റ് 15 kW at 900 RPM. The shoes are 4 in number. The speed at which engagement begins the 3/4 of the running speed
The inside radius of the pulley is 150 mm. The shoes are lined with Faraday for which the coefficient of friction may be taken as 0.25. Determine first one mass of the shoe and second one size of the shoe. The center of gravity of the shoes lies at 120 mm from the center of the spider. ഇപ്പോൾ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താ? എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഈസ് ടു ബി ഡിസൈൻ ടു ട്രാൻസ്മിറ്റ് 15 കിലോവാട്ട് പവർ. സോ പവർ ഈസ് ഗിവൺ ആസ് 15 കിലോവാട്ട് at 900 rpm. The speed of the shaft is given as 900 rpm. അപ്പോൾ 15 കിലോവാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം 900 rpm. അതിന് വേണ്ട ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സ്പീഡ് അറ്റ് വിച്ച് എൻഗേജ്മെൻറ്റ് ബിഗിൻസ് 3/4 ഓഫ് ദ റണ്ണിങ് സ്പീഡ്. കാരണം നമുക്കറിയാം എൻഗേജ് ചെയ്യുന്ന സമയത്ത്, പരസ്പരം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്പീഡ് എന്തെങ്കിലും കുറയും. അപ്പം 900 rpm റൊട്ടേറ്റ് ചെയ്ത് ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡി എൻഗേജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് എത്രയാണ്? 3/4 ഓഫ് ദ റണ്ണിങ് സ്പീഡ്. ആ റണ്ണിങ് സ്പീഡിൻ്റെ എത്രയേ ഉള്ളൂ? 3/4 ഉള്ളൂ. ഓക്കെ. ഇനി ദ ഇൻസൈഡ് റേഡിയസ് ഓഫ് പുള്ളി റിംഗ് ഞാനിവിടെ ഒരു ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്പൈഡറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊരു പുള്ളിയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിരിക്കുന്നു. ഇത്രയും ലെന്താണ് ക്യാപിറ്റൽ എൽ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പൈഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഷൂവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ റേഡിയസ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഇന്നർ പുള്ളിയാണ്. പുള്ളിയുടെ ഇന്നർ റിമൂവ് ആയിട്ടുള്ള റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നർ റിം ഓഫ് ദ പുള്ളി. ഇനി നമുക്കറിയാം ഈ റിമ്മും ഷൂവുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതിനെയാണ് ക്ലിയറൻസ്. ഈ ക്ലിയറൻസ് സി വളരെ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ തന്നിട്ടില്ല എങ്കിൽ നെഗ്ലിജിബിൾ ആക്കും, തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ക്ലിയറൻസും കൂടി എടുക്കണം. അപ്പം നമ്മുടെ ആറെന്ന് പറയുന്നത് മാറും. ആറെന്ന് പറയുന്ന R1 ആവും. R1 എന്ന് പറയുന്നത് ഈ ആറിൻ്റെ കൂടെ ഈ ക്ലിയറൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ആഡ് ചെയ്തിരിക്കണം. സോ R പ്ലസ് C ആണ് R1 എന്ന് പറയുന്നത്. അത് എപ്പോഴാണ്? ഈ ക്ലിയറൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്വസ്റ്റ്യനകത്ത് ക്ലിയറൻസിനെ കുറിച്ച് സ്പെസിഫിക്കേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെടുത്താൽ മതി? ഈ ആറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യും. ഒന്ന് പി സി ഇസ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് റേഡിയലി ഔട്ട്വേർഡ്. അതുപോലെ PS സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് ആക്ട് ചെയ്യും സ്പ്രിംഗ് ഫോഴ്സ് റേഡിയലി ഇൻവേർഡ്. അപ്പോൾ PC കൂടുകയാണെങ്കിൽ മാത്രമേ ഈ ഷൂ മുന്നോട്ട് നീങ്ങി റിമൂവായിട്ട് കോൺടാക്റ്റിൽ വരുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അത്രയും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആദ്യം പവർ തന്നിട്ടുണ്ട്, സ്പീഡ് 900 rpm തന്നിട്ടുണ്ട്. സ്പീഡ് തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? 2πn/60 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × π × 900/60. So you will get 94.24 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഈ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എഞ്ചിൻ്റെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് 94.24. സ്വാഭാവികമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ ആ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അതാണ് ന്യൂ ആംഗുലാർ വെലോസിറ്റി ω1 പറയുന്നുണ്ട്. അറ്റ് വിച്ച് ദ എൻഗേജ്മെൻറ്റ് ബിഗിൻസ് ദ 3/4 ഓഫ് ദ റണ്ണിങ് സ്പീഡ്. അപ്പോൾ നമുക്ക് പറയാം ω1 എന്ന് പറയുന്നത് 3/4 ഓഫ് ഒമേഗയാണ്. അപ്പോൾ 3/4 ഓഫ് ഒമേഗ 94.24. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ദറ്റ് ഈസ് 70.71 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഒമേഗയും കിട്ടി, ω1 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സസ്. ഫസ്റ്റ് നമ്മൾ ഏത് ഫോഴ്സ് കാണുന്നു? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. So the centrifugal force is represented as P suffix C. നമുക്കറിയാം centrifugal force കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് mR ഒമേഗ സ്ക്വയർ. സോ M × R × ഒമേഗ സ്ക്വയർ. ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സുമായിട്ട് കണ്ടുപിടിക്കുമ്പോഴുള്ള R നമ്മുടെ ക്യാപിറ്റൽ R അല്ല. ക്യാപിറ്റൽ R എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വട്ട് മീൻ ബൈ ക്യാപിറ്റൽ R? ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് ഓഫ് ദ പുള്ളി റിമാണ്. നമുക്ക് വേണ്ടത് ഈ R അതല്ല. സ്മോൾ r മീൻസ് എന്താണ്? ദ സ്മോൾ r ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഷൂവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ സെൻറ്റർ ഓഫ് ദ സ്പൈഡർ വരെയുള്ള ദൂരമാണ് നമ്മൾ ആറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയറൻസ് ആണ് എങ്കിൽ ഈ ആറിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? R1 ആണ്. R1 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ കൂടെ ക്ലിയറൻസ് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ക്ലിയറൻസ് പറയാത്തതുകൊണ്ട് mR ഒമേഗ സ്ക്വയർഡ്. M നമുക്ക് അൺനോൺ ആണ്. സോ M × R നമുക്ക് കണ്ടുപിടിക്കണം. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാപിറ്റൽ R ദ ഇൻസൈഡ് റേഡിയസ് ഓഫ് ദ പുള്ളി റിംഗ്, അത് ക്യാപിറ്റൽ R ആണ്. ആ ക്യാപിറ്റൽ R എത്ര എന്ന് പറയുന്നുണ്ട്? 150 mm എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ? 0.15 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ദ ഇൻസൈഡ് റേഡിയസ് ഓഫ് ദ പുള്ളി റിംഗ്. ഓക്കെ, ദ ഇൻസൈഡ് റേഡിയസ് ഓഫ് ദ പുള്ളി റിംഗ് ഈസ് 150 mm എന്ന് പറയുന്നത്. അതുപോലെ പറയുന്നുണ്ട് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഷൂസ് ലൈസ് അറ്റ് 120 mm ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്പൈഡർ, വിച്ച് മീൻസ് സ്മോൾ r ഈസ് ഗിവൺ. ദ സ്മോൾ r ഈസ് ഗിവൺ ആസ് എത്രയാണ്? 120 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12 മീറ്റർ.
ഓക്കെ. സോ എം ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.12 ഇൻറ്റു ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 94.24 സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് 1065.74 എം. നമുക്കറിയില്ല, അത് മാസിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ദാറ്റ് സ്പ്രിംഗ് ഫോഴ്സ്. റേഡിയലി ഇൻവേർഡിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ സ്പ്രിംഗ് ഫോഴ്സ് ഡിനോട്ട് ആസ് പി എസ്. അപ്പോഴും നമുക്ക് എന്താണ്? എം ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ അല്ല, കാരണം എൻഗേജ് ചെയ്യുന്ന സമയത്ത് ആ സ്പീഡ് എത്രയാണ്? ഒമേഗ 1 ആണ്. അപ്പം ഈ സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ കാണുമ്പോൾ അത് പി എസ് മീൻസ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന സ്പ്രിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? അവിടെ എം ആർ ഒമേഗ സ്ക്വയർഡ് എന്ന് പറയുന്നതിന് എം ആർ ഒമേഗ സ്ക്വയർ അല്ല, എം ആർ ഒമേഗ 1 സ്ക്വയർ ആണ്. സോ എം ഇൻറ്റു ആർ റിമെയിൻസ് സെയിം 0.12 ഇൻറ്റു 70.71 ഹോൾ സ്ക്വയർ. ഓക്കെ. സോ യു വിൽ ഗെറ്റ് the 599.81 m. നമുക്ക് എന്താ വേണ്ടത്? നെറ്റ് ഫോഴ്സ് ആണ് വേണ്ടത്. സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ബിക്കോസ് ദേ ആർ ആക്ടിങ് ഇൻ ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻ. സോ നെറ്റ് ഫോഴ്സ് ഈസ് റെപ്രസെൻറ്റ് ആസ് പി എൻ ഇസ് ഈക്വൽ ടു പി സി മൈനസ് പി എസ്. സോ 1065.74 മൈനസ് 74 m മൈനസ് 599.81 m. So you will get 465.93 m. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് ഫോഴ്സ് നമുക്ക് കിട്ടി. പി എൻ ഈസ് ഈക്വൽ ടു 465.93 m. എം നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത്രയും നമ്മൾ നിർത്തി. ഇനി നമുക്ക് പറയുന്നുണ്ട് പവർ എത്ര എന്ന് അവർ പറയുന്നുണ്ട്. സോ പവർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ടോർക്ക് ഇൻറ്റു ഒമേഗ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് വരും? പവർ ബൈ ഒമേഗ. ഇതൊരു ജനറൽ റിലേഷൻ ആണ്, അതുകൊണ്ട് പവർ എപ്പോഴും വാട്ട്സിലായിരിക്കണം. അപ്പോൾ പവർ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 15 കിലോ വാട്ട്സ് എന്നാണ് തന്നിരിക്കുന്നത്. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈഡ് ഇറ്റ് വിത്ത് 10⁻³ സോ 15 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഒമേഗ നമുക്കറിയാം 94.24. സോ യു വിൽ ഗെറ്റ് 159.168 ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ന്യൂട്ടൺ എം എമ്മിലാക്കേണ്ട കാര്യമില്ല, എല്ലാം നമ്മൾ മീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. സോ ടോർക്കിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? എൻ ഇൻറ്റു മ്യൂ ഇൻറ്റു നെറ്റ് ഫോഴ്സ് പി എൻ ഇൻറ്റു ആർ. ഈ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്മോൾ ആർ അല്ല, ഇത് റേഡിയസ് ഓഫ് ദ ഇൻസൈഡ് റേഡിയസ് ഓഫ് ദ പുള്ളി റിമിൻ്റെ ഇൻസൈഡ് റേഡിയസ് ആണ്. സോ എൻ എന്ന് പറയുന്നത് എത്ര ഷൂസ് ഉണ്ടെന്നാണ്, 4 എണ്ണം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 4 ഇൻറ്റു മ്യൂവിൻ്റെ ടീയുടെ വില നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിടാം ആദ്യം 159.168. എന്നിൻ്റെ വില 4 ആണ്. മ്യൂ നമുക്ക് കണ്ടുകൊണ്ട് 0.25. ദ റിസൾട്ടൻ്റ് ഫോഴ്സ് പി എൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 465.93 m ഇൻറ്റു ക്യാപിറ്റൽ ആർ നമുക്ക് കണ്ടുകൊണ്ട് 150 m, ദാറ്റ് ഈസ് 0.15. From this expression, you have to find out the value of m. So m is equal to 2.27 kilogram. So you will get the m is equal to 2.27. സെക്കൻഡ് പാർട്ട് എന്താണ്? അപ്പോൾ എമ്മിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ച് 2.27 കിലോഗ്രാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സൈസ് ഓഫ് ദ ഷൂ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൈസ് ഓഫ് ദ ഷൂ കണ്ടുപിടിക്കണം. ഷൂവിൻ്റെ സൈസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇതൊന്നും ഈ ഇക്വേഷൻസ് ഒന്നും ഡേറ്റാ ബുക്കിൽ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസൈന് നമ്മളിതെല്ലാം കാണാതെ പഠിക്കേണ്ടതാണ്. സോ ദ സൈസ് ഓഫ് ദ ഷൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷനാണ് ദാറ്റ് ഈസ് എൽ ഇൻറ്റു ബി ഇൻറ്റു പി ഇസ് ഈക്വൽ ടു റിസൾട്ടൻറ്റ് ഫോഴ്സ് പി എൻ. എൽ എന്ന് പറയുന്നത് ആർക്ക് ലെന്ത്, ആ ഷൂവിൻ്റെ മൊത്തം ലെന്താണ്. അതൊരു ആർക്ക് ഷേപ്പിലായതുകൊണ്ട് എൽ നമ്മൾ കണ്ടുപിടിക്കണം. സോ എൽ ഇസ് ഈക്വൽ ടു ആർ തീറ്റ. സോ ആറിൻ്റെ വില നമുക്കറിയാം 0.15 ആണ് ഇൻറ്റു തീറ്റ. അപ്പോൾ തീറ്റ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, എത്രയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് തന്നിട്ടില്ല എങ്കിൽ നമ്മൾക്ക് എത്ര ഡിഗ്രി അസ്യൂം ചെയ്യാം? 60 ഡിഗ്രി അസ്യൂം ചെയ്യാം. ആ 60 ഡിഗ്രി റേഡിയൻ ആക്കുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. സോ 0.15 ഇൻറ്റു എന്ത് ചെയ്യാം? π/3. സോ യു വിൽ ഗെറ്റ് 0.157 കിട്ടും അല്ലേ? എല്ലിൻ്റെ വില കിട്ടി 0.157. അപ്പോൾ നമ്മളിവിടെ എല്ലുണ്ട്, എല്ലിൻ്റെ വില കിട്ടുന്നു, ദാറ്റ് ഈസ് 0.157 ഇൻറ്റു ബി ആണ് അതിൻ്റെ വിഡ്ത്താണ്. നമുക്കത് എത്ര ആണെന്ന് അറിയത്തില്ല. സോ യു ഹാവ് ടു സൈസ് ഓഫ് ദ ഷൂ, അത് വിഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് അറിയില്ല നമുക്ക്. ബി എന്നിട്ടു പി പ്രഷർ ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ ഇതൊക്കെ അസംഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. എത്രയാണ് അസ്യൂം? തീറ്റ 60 ഡിഗ്രി. അതുപോലെ പ്രഷർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എത്രയായിട്ട് അസ്യൂം ചെയ്യാം? 0.1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ പ്രഷർ എന്തിലാണ്? ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്. അതുകൊണ്ട് ലെന്ത് നമുക്ക് എന്തിലിടാം? മീറ്റർ എന്നുള്ളത് നമുക്ക് എന്തിലാക്കാം? എമ്മിലാക്കി എഴുതാം. സോ 157 mm. അപ്പോൾ ഇവിടെ നമ്മൾ 157 ഇൻറ്റു ബി ഇൻറ്റു പ്രഷർ 0.1. കാരണം ഇവിടെ എമ്മിൽ എഴുതിയതിന് കാരണം പ്രഷർ എടുത്തിരിക്കുന്നത് 0.1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു
ഫോഴ്സിന് എങ്ങനെയായാലും പ്രശ്നമില്ല. ഫോഴ്സ് നമുക്ക് പി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. എന്താ 465.93 എം ആണ്. എമ്മിൻ്റെ വില നമുക്കറിയാം 2.27. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ ബി വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി ആസ് 67.3 എം എം. കാരണം എം എമ്മിലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ 150 ലെന്ത് ഇട്ടിരിക്കുന്ന 157 എം എമ്മിലാണ്. അപ്പം എൽ ഇൻറ്റു ബി ഇൻറ്റു പി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? പി എൻ. ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എൽ ഇൻറ്റു ബി ഇൻറ്റു പി എന്ന് നമ്മൾ കണ്ടാൽ മതി. അത് എന്തിന് ഈക്വലാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പം അവിടെ നമുക്ക് സൈസ് ഓഫ് ദ ഷൂ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. അപ്പം ഒരെണ്ണത്തിൻ്റെയാണ് കാണുന്നത്. നമ്മളിവിടെ എൻ ഇൻറ്റു എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, നമ്പർ ഓഫ് ഷൂസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു ഷൂവിൻ്റെയാണ് എപ്പോഴും കാണുന്നത്. സോ അവിടെ എൽ ഇൻറ്റു ബി ഇൻറ്റു പി ഇസ് ഈക്വൽ ടു പി എൻ. അപ്പോൾ ഒരു ഷൂവിൻ്റെ വിട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 67.3 എം എം ആണ്. അതുപോലെ പ്രഷർ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. തീറ്റ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അത് റേഡിയനിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 60 ഡിഗ്രി ഞാൻ അസ്യൂം ചെയ്തു. അത് π/3 ആണ്. π/3 റേഡിയൻസ് ആണ്. പ്രഷർ 0.1 Nm/mm². അപ്പോൾ നമ്മൾ ഇതുവരെ മീറ്ററിലാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എല്ല് എന്ന് പറയുന്നത്, എല്ല് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്? ഷൂ ഒരു ആർക്കിലാണ് ഇരിക്കുന്നത്. ആർക്ക് ഷേപ്പാണ്. നമ്മൾ ആദ്യം ഒരു ഡ്രോ ചെയ്തതാണ്. അപ്പം ആ ഷൂ എന്ന് പറയുന്ന ഒരു ആർക്ക് ലെന്ത് ആയതുകൊണ്ട് എല്ലെന്ന് പറയുന്നത് എന്താണ്? R × θ എന്നെടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഷൂവിനെ നമ്മൾ എന്തെടുത്തത്? R × θ എന്നെടുത്തത്. R നമുക്ക് 0.15 ആണ് ഇൻറ്റു π/3. അപ്പോൾ നമുക്ക് 0.157 മീറ്ററാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ പ്രഷർ Nm/mm² ആയതുകൊണ്ട് നമ്മൾ എന്തിലാക്കി? അതിനെ എം എമ്മിലാക്കി ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദ ഷൂ കിട്ടി, അല്ലെങ്കിൽ കിട്ടി 67.3 mm. അതുപോലെ നമുക്ക് മാസ് കിട്ടി എത്രയാണ്? 2.27 കിലോഗ്രാം. സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഏതൊരു പ്രോബ്ലം വന്നാലും ഇതേ കണ്ടീഷനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യേണ്ടത്.